ഈ ആഴ്ചയിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ന്യൂജൻ പാരൻറ്റിങ് തെറ്റും ശരിയും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ്. വളരെ വിശാലമായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ വിഷയങ്ങൾ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യപ്പെടേണ്ട, അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വിഷയങ്ങൾ പറഞ്ഞ് ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കും. പലപ്പോഴും പല സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒന്നാണ് ന്യൂജൻ പാരന്റ് അല്ലെങ്കിൽ ന്യൂജൻ കുട്ടികളെ കുറിച്ചിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള കമൻറ്റുകൾ. ഇവിടെ പാരൻസ് എന്ന നിലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പലപ്പോഴും പലയിടങ്ങളിൽ നിന്നും നമ്മൾ കേൾക്കുന്ന ഒരു കമൻ്റ് ഉണ്ട്. ഞാൻ പല പാരൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്ന ഒരു സമയമുണ്ട്, എൻ്റെ ഉപ്പ അല്ലെങ്കിൽ എൻ്റെ ഉമ്മ എന്നെ അങ്ങനെയായിരുന്നു വളർത്തിയിരുന്നത്, അല്ലെ എൻ്റെ അധ്യാപകൻ അങ്ങനെയായിരുന്നു എന്നെ പഠിപ്പിച്ചിരുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത് എന്ന ഒരു കമൻറ്റ് പലപ്പോഴും നമ്മൾ പലയിടങ്ങളിൽ നിന്നും കേൾക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അന്നത്തെ കാലഘട്ടവും ഇന്നത്തെ കാലഘട്ടവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കണം. നമ്മൾ ഒരു പാരൻസ് എന്ന നിലയിൽ അന്നത്തെ ജീവിത സാഹചര്യവും ഇന്നത്തെ ജീവിത സാഹചര്യവും തമ്മിലുള്ള വ്യത്യാസം ഒരു പാരൻസ് എന്ന നിലയിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മൾ എപ്പോഴും പറയാറുണ്ട് കാലത്തിനൊത്ത് സഞ്ചരിക്കണമെന്ന്. പാരൻറ്റിങ്ങിലും അത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇപ്പോഴത്തെ ന്യൂജൻ പാരൻസ് എന്ന് പറയുന്നത് കൂടുതലും 80-90 കിഡ്സ് ആണ്. ഈ 80-90 കിഡ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അവർ എല്ലാ സിറ്റുവേഷൻസിലൂടെയും കടന്നുപോയ ആൾക്കാരാണ്. എല്ലാവരും മനസ്സിലാക്കണം, വളരെ വ്യക്തമായിട്ട് ഈ ക്ലാസ്സുകൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കുക. അതുകൊണ്ട് തന്നെ നന്നായിട്ട് മനസ്സിലാക്കണം ഓരോരുത്തരും. ഇന്നത്തെ ന്യൂജൻ പാരൻസ് എന്ന് പറയുന്നത് 80-90 കിഡ്സ് ആണ്. അപ്പം ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ എല്ലാ സിറ്റുവേഷൻസിലൂടെയും കടന്നു പോയിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് ബുദ്ധിമുട്ടുകളായിക്കോട്ടെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആയിക്കോട്ടെ, എല്ലാ സിറ്റുവേഷൻസിലൂടെയും കടന്നു പോയിട്ടുള്ള ആളുകളാണ് ഇന്നത്തെ ഈ ന്യൂജൻ പാരൻറ്റിങ് എന്ന് പറയുന്നത്. അവരെല്ലാത്തിലും ഹാൻഡിൽഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവർ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, എനിക്ക് എന്തൊക്കെ കിട്ടിയില്ല, ഞാൻ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ ജോലിക്ക് പോയ സമയത്ത് എനിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായോ അത് എൻ്റെ കുഞ്ഞിന് ഉണ്ടാവരുത് എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് കൂടുതലും ഉള്ളത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം, കുഞ്ഞുങ്ങൾക്ക് എല്ലാം അവർ ഈസി ആക്സസ് ആക്കി കൊടുക്കും. മനസ്സിലാക്കണം നിങ്ങൾ. അഥവാ എല്ലാ കാര്യങ്ങളും അവർ ചോദിക്കുമ്പോൾ തന്നെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുക, എല്ലാ കാര്യങ്ങളും വാങ്ങിച്ചു കൊടുക്കുക. അവർ ഒരിക്കലും വിഷമിക്കരുത്, അവർ എപ്പോഴും ഹാപ്പി ആയിരിക്കണം. അഥവാ നമ്മുടെ മക്കൾ ഒരിക്കലും വിഷമിക്കരുത്, അവർ എപ്പോഴും ഹാപ്പി ആയിരിക്കണം എന്നൊരു കോൺസെപ്റ്റിലാണ് ഈ ന്യൂ ജനറേഷൻ പോകുന്നത്, അതായത് ന്യൂജൻ പാരൻസ് പോകുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഈ 80-90 കിഡ്സ് ഇങ്ങനെ ഒരുപാട് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ സഹിച്ചു വന്നവരായതുകൊണ്ട് തന്നെ നമ്മൾ ഏത് സിറ്റുവേഷൻസ് നേരിടാനും തയ്യാറാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, എങ്ങനത്തെ സിറ്റുവേഷൻസ് ആണെങ്കിലും അല്ലേ, ഞാൻ പറഞ്ഞു ഫിനാൻഷ്യൽ ആവട്ടെ അല്ലെങ്കിൽ മറ്റെന്ത് കാര്യത്തിൽ ഏത് സിറ്റുവേഷൻസും നേരിടാൻ നമ്മൾ റെഡിയാണ്. നമ്മൾ എക്സാം ഫെയിൽ ആയാലോ അല്ലെങ്കിൽ കോളേജിൽ ഒരു പേപ്പർ ബാക്കൗട്ട് ആയാലോ ഒരു റാഗിങ് വന്നാലോ ഇനി എന്ത് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും നമ്മൾ ഫേസ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ നമ്മുടെ കുട്ടികളോ അല്ലേ, നമ്മുടെ കുട്ടികൾ അങ്ങനെയല്ല. നമ്മുടെ കുട്ടികൾ എപ്പോഴും എല്ലാത്തിനും എൻ്റെ അച്ഛനും അമ്മയും കൂടെയുണ്ട്, എല്ലാ കാര്യങ്ങളും അവർ നേടിത്തരും, ഞാൻ ഒന്നും ചെയ്യേണ്ട എന്നൊരു കോൺസെപ്റ്റിലേക്കാണ് അത് പോകുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അറിയിച്ചു വളർത്തുക. ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ വന്നിട്ട്, ഇപ്പം ഒന്ന് സ്കൂളിൽ വിട്ട് നമ്മുടെ കുട്ടികൾ വന്നിട്ട് നമ്മോട് പറയാണ്, അച്ഛാ അല്ലെങ്കിൽ അമ്മേ എനിക്കൊരു ജോമെട്രിക് ബോക്സ് വേണമെന്ന് പറയുമ്പോൾ ഇന്ന് വേണ്ട, കയ്യിലിരിക്കുന്നത് ചീത്തയാവട്ടെ അല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിയട്ടെ
എന്നിട്ട് ഞാൻ വാങ്ങിച്ചു തരാം എന്ന ഒരു രീതിയിലേക്ക് പോവുക. മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതും. നമ്മുടെ കുഞ്ഞുങ്ങള് വളർത്തുന്ന സമയത്ത് ഞാൻ മുമ്പത്തെ ഒരു ക്ലാസ്സിൽ വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ ന്യൂജൻ പാരൻസിന് വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ കുട്ടികൾക്ക് ആവശ്യം, അത്യാവശ്യം, അനാവശ്യം ഈ 3 കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ വളർത്തേണ്ടത്. നമ്മൾ ഈ 1890 കിഡ്സിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ കുട്ടികൾക്ക് വേണ്ടതൊക്കെ വാങ്ങിച്ചു കൊടുക്കും. ഞാൻ വളർന്നത് പോലെ എൻ്റെ കുട്ടികളാവരുത്, എനിക്ക് അനുഭവിച്ചതുപോലെയുള്ള ഒരു സിറ്റുവേഷൻസ് എൻ്റെ കുട്ടി അനുഭവിക്കരുത് എന്ന് കരുതി നമ്മൾ ആവശ്യത്തിലേക്ക് അനാവശ്യമായിട്ട് നമ്മൾ ചെലവഴിക്കുന്നവരാണ് ഈ 1890 കിഡ്സിലെ കൂടുതൽ പേരും. എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, കൂടുതൽ പേരും. അപ്പൊ ഇങ്ങനെ അതുകൊണ്ട് തന്നെ ഒരു എക്സാം ഫെയിൽ വരിക, അല്ലെങ്കിൽ ഒരു എക്സാം എങ്ങനെ അറ്റൻഡ് ചെയ്യണം, ഫെയിലിയർ വന്നാൽ തകർന്നു പോകുന്ന സിറ്റുവേഷൻസ് ആണ് ഇന്നത്തെ കുട്ടികൾക്കുള്ള, അല്ലേ? ഒരു എക്സാമിന് കുട്ടി ഫെയിൽഡ് ആയി കഴിഞ്ഞാൽ കുട്ടി തകർന്നു പോവുകയാണ്. അപ്പൊ ഫെയിൽ ആയാൽ കുഴപ്പമില്ല, നമുക്ക് വീണ്ടും അറ്റൻഡ് ചെയ്യാം, എഴുതിയെടുക്കാലോ എന്ന ഒരു കോൺസെപ്റ്റിലേക്ക് കൊണ്ടുപോകുക നമ്മുടെ കുട്ടികളെ. അല്ലാതെ എൻ്റെ എക്സാം പോകും, അല്ലെങ്കിൽ ഞാൻ ഫെയിലാകും, എനിക്കിനി ജീവിക്കാൻ പറ്റില്ല. നമ്മൾ ഇവിടെ മനസ്സിലാക്കുക, എക്സാം അല്ല ഒരു എൻഡ് എന്നുള്ള കാര്യങ്ങൾ നമ്മളെ കുട്ടികളെ കുറച്ചും കൂടി എല്ലാ സിറ്റുവേഷൻസും ഫേസ് ചെയ്യാൻ പഠിപ്പിക്കുക വളരെ ചെറുപ്പത്തിൽ തന്നെ. അത് നമ്മൾ എല്ലാ കാര്യങ്ങളും വാങ്ങിച്ചു കൊടുക്കാനോ കയ്യെത്തും ദൂരത്ത് കൊണ്ടുപോയി കൊടുക്കാനോ നിൽക്കരുത്. ഒരു പാരൻസ് എന്ന നിലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതാ. എല്ലാ കാര്യങ്ങളും എല്ലാ കുട്ടികൾ ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും വാങ്ങിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ കയ്യെത്തും ദൂരത്ത് കൊണ്ടുപോയി കൊടുക്കാനോ നമ്മൾ എന്ത് ചെയ്ത് നിൽക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾ പതിയെ പതിയെ അവർ ഓരോ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞുകൊണ്ട് വളരണം. നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ബുദ്ധിമുട്ടുകൾ, നമ്മുടെ സിറ്റുവേഷൻസുകൾ, നമ്മുടെ പ്രയാസങ്ങൾ, ഇതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. അവരത് അറിഞ്ഞുകൊണ്ട് വളരണം. ഇപ്പോൾ നമ്മളൊരു സാധനം കുട്ടി ആവശ്യപ്പെടുമ്പോൾ അച്ഛനെ വാങ്ങിച്ചു തരും, അല്ലെങ്കിൽ അമ്മ വാങ്ങിച്ചു തരും. ഉദാഹരണത്തിന് ഒരു സ്കൂൾ ബാഗ്, 1 വർഷം അല്ല, അത് 1-ലധികം വർഷങ്ങൾ ഉപയോഗിച്ചാലും സ്കൂൾ ബാഗിന് ഒരു കുഴപ്പവുമില്ല. ഇന്നത്തെ പാരൻസ് എങ്ങനെ, ഓരോ വർഷവും പുതിയ പുതിയ ബാഗാണ് പാരൻസ് കുട്ടിക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത്. പഴയതിനൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. ഇനി അതിനിടയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, ആ ബാഗിന് എന്തെങ്കിലും പ്രോബ്ലം, എന്തെങ്കിലും അതിനകത്ത് വന്നു കഴിഞ്ഞാൽ അത് മാറ്റി പുതിയത് വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് ഇന്നുള്ളത്. ഇവിടെ നമ്മൾ പാരൻസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കാര്യങ്ങൾ റീസൈക്കിൾ ചെയ്ത് യൂസ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം. കാര്യങ്ങൾ റീസൈക്കിൾ ചെയ്ത് യൂസ് ചെയ്യാൻ അവർ പഠിക്കട്ടെ. എല്ലാ കാര്യങ്ങളും പുതിയതായി വീണ്ടും വീണ്ടും അവർ ചെയ്യാം. അല്ലാതെ ഈ പറയുന്നത് പോലെ വെറുതെ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക, കാണുന്നതെല്ലാം ഓൺലൈനിൽ ഓർഡർ ചെയ്ത് കൊടുക്കുക, ആ ഒരു പ്രവണത ഒരിക്കലും ഒരു പാരൻസ് എന്ന നിലയിൽ നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. ആ ഒരു പ്രവണത മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് കൊണ്ടുവരണം. അത് കുറച്ചാൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് കുറച്ചും കൂടെ അവർ എക്സ്പ്ലോർ ചെയ്യട്ടെ, കാര്യങ്ങൾ അവർ സ്വന്തമായി എക്സ്പ്ലോർ ചെയ്യട്ടെ. അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് വന്നാൽ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് അവരായിട്ട് എക്സ്പ്ലോർ ചെയ്യട്ടെ. നിങ്ങളുടെ പാരൻസിന്റെ സപ്പോർട്ട് കുറക്കുക, അവനെ അല്ലെങ്കിൽ അവളെ അവരെന്താ ചെയ്യുക, ഇൻഡിപെൻഡൻ്റ് ആക്കി കൊടുക്കുക. അല്ലാതെ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാൻ ഒരിക്കലും സമ്മതിക്കാതിരിക്കുക. ഇതാണ് ഇന്ന് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട നമ്മളെ ഈ ഗ്രൂപ്പിലുള്ള രക്ഷിതാക്കളോട് പറയാനുള്ളത്. നമ്മുടെ കുട്ടികളെ ഇൻഡിപെൻഡൻ്റ് ആക്കി കൊടുക്കണം. നമ്മളെ എല്ലാ കാര്യത്തിനും നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാൻ ഒരിക്കലും സമ്മതിക്കാതിരിക്കുക. ഇപ്പം ഇന്ന് ഞാൻ വളരെ ഒരു വായിക്കാനിരിക്കുന്ന മേശപ്പുറത്തേക്ക് കുട്ടിക്ക് വായിക്കേണ്ട ബുക്ക് മുതൽ കുട്ടി ഓരോ ആവശ്യങ്ങൾ ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻസ് പലപ്പോഴും കാണാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ ഇത് പറഞ്ഞു, നമ്മൾ കയ്യെത്തും ദൂരത്ത് കൊണ്ടുപോയി വെച്ച് കൊടുക്കുന്ന അല്ലെങ്കിൽ വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു ക്യാരക്ടർ, ഈ ഒരു ക്യാരക്ടർ നമ്മളിൽ നിന്ന് എന്ത് ചെയ്യണം, നമ്മൾ പതിയെ പതിയെ കുറച്ച് കൊണ്ടുവരണം. ഇന്നത്തെ ക്ലാസ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവുമെന്ന് നല്ലതുപോലെ കേൾക്കുക, ആവർത്തിച്ച് കേൾക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഇതൊക്കെ പതിയെ പതിയെ നടപ്പിൽ വരുത്താനും എല്ലാവരും ശ്രമിക്കണമെന്ന് വളരെ വിനയത്തോടു കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് നിർത്തുകയാണ്. നിങ്ങളൊക്കെ ക്ലാസ്സിനെ കുറിച്ചുള്ള
വിലപ്പെട്ട അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കണമെന്ന് നിങ്ങളോടൊക്കെ ആവശ്യപ്പെടുന്നതോടൊപ്പം ആർക്കെങ്കിലും ഞാൻ പറയപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളെ ഗ്രൂപ്പിൽ കൂടി ചോദിച്ചാൽ മതി, ഞാൻ അതിന് ആൻസർ തരികയും ചെയ്യും. ഓക്കെ, നിങ്ങളൊക്കെ സപ്പോർട്ടാണ് നമ്മുടെ ഈ ഗ്രൂപ്പിൻ്റെ വലിയ വിജയം. അത് നിങ്ങൾ എന്നും എക്കാലത്തും ഉണ്ടാവണം. മാക്സിമം നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്കൊക്കെ എല്ലാവരും ഷെയർ ചെയ്യുകയും എല്ലാവരിലേക്കും നമ്മൾ ഈ അറിവുകളൊക്കെ എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യണം. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ തുടർച്ച എന്നോണം അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും തുടരാം. ഓക്കെ, താങ്ക് യു, ഗുഡ് നൈറ്റ്, ശുഭരാത്രി.